നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയതായി വരുന്ന ചില ശുഭകരമായ മാറ്റങ്ങൾ, ശുഭവാർത്തകൾ എന്തെല്ലാമാണ് എന്നാണ്. അപ്പോൾ അതറിയാനായി നിങ്ങൾക്കിവിടെ 2 ചിത്രങ്ങളാണ് ഇന്ന് നൽകിയിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഫയലായി നൽകിയിട്ടുള്ളത് മയിലിനെയും സെക്കൻഡ് ഫയലായി നൽകിയിട്ടുള്ളത് മൈനയെയുമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടിയത് മനസ്സ് ഏകാഗ്രമാക്കി നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക. അതിനുശേഷം ഇവിടെ നൽകിയിരിക്കുന്ന ഈ 2 ചിത്രങ്ങളിൽ നിന്ന് നിങ്ങളുടെ മനസ്സിന് ഏറെ ആകർഷണം തോന്നിയ ഒരു ചിത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ ഏവരും ഒരു ചിത്രം സെലക്ട് ചെയ്തുവെന്ന് കരുതുന്നു. ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ഫയലായി നൽകിയിട്ടുള്ള മയിലിനെ സെലക്ട് ചെയ്തവരുടെ റീഡിങ് എന്താണ് എന്ന് നോക്കാം. തീർച്ചയായിട്ടും ധനപരമായ ചില നേട്ടങ്ങൾ നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട്. സാമ്പത്തികപരമായ നിരവധി വിഷമങ്ങൾ ഇപ്പോഴും നിങ്ങളെ അലട്ടുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം അല്പം ആശ്വാസം നൽകുന്ന രീതിയിൽ മികച്ച മാറ്റങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ ഇനി വരും നാളുകളിൽ സാധിക്കുമെന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല. കൂടെയുള്ളവരെ സന്തോഷിപ്പിക്കാനും അവരുടെ ജീവിതം മികച്ചതാക്കാനും നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ പെട്ടെന്ന് മനസ്സലിയുന്ന വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളുടെ തെറ്റായ തീരുമാനങ്ങൾ മൂലം ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ് നിങ്ങൾ. ആ സമയത്തൊന്നും മറ്റാരും ഒരു ഉപദേശം നൽകാൻ പോലും നിങ്ങൾക്കരികിൽ ഇല്ലായിരുന്നു. വളരെയധികം ഈശ്വരാധീനമുള്ള വ്യക്തികളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതുവരെ നിങ്ങളെ തുണച്ച ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒക്കെ നിങ്ങൾക്ക് മുന്നോട്ട് തുണയായിട്ട് ഉണ്ടാകുന്നതാണ്. അതുപോലെ മുന്നോട്ടുള്ള നാളുകളിൽ നിരവധി തടസ്സങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ആ തടസ്സങ്ങൾ മറികടക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ നൽകുന്ന സന്ദേശം. അതുപോലെ തന്നെ ചില വ്യക്തികളുടെ കടന്നുവരവ് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ബാധിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തെ. ഒരുപക്ഷെ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമായിട്ടാണ് ബാധിച്ചിട്ടുള്ളത്. എന്നാൽ അവരെ കുറ്റപ്പെടുത്താനോ അവരോട് പകരം വീട്ടാനോ ഒന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തി ഒരിക്കലും നിങ്ങളെ കൈവിടില്ല എന്ന ചിന്ത നിങ്ങൾക്കെപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ദ്രോഹിക്കുന്നവർക്കുള്ള ശിക്ഷ ഇന്നല്ലെങ്കിൽ നാളെ ആ ശക്തി നൽകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവരാണ്. കഴിഞ്ഞുപോയ മോശം അനുഭവങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റി മനസ്സിനെ എപ്പോഴും പോസിറ്റീവായി വെക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിരവധി തടസ്സങ്ങൾ വന്നു ഭവിക്കുന്നു. അതിൻ്റെ ഭാഗമായി മാനസികമായ ചില ദുഃഖങ്ങൾ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ അനുഗ്രഹത്താൽ അതിന് ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുമെന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും വളരെയധികം മത്സരബുദ്ധിയോടെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് ഇനി സാധിക്കും. അത്തരത്തിലുള്ള നിങ്ങളുടെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. പരാജയം നേരിട്ട പല കാര്യങ്ങളിലും ഇനി നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ഇവിടെ നൽകുന്ന സന്ദേശം. അതുപോലെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കാത്ത ഒരു അവസ്ഥയൊക്കെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ വരും നാളുകളിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുകയും നിങ്ങൾക്ക് അവരുടെ അടുത്തൊരു സ്ഥാനം നൽകുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ ഓർത്ത് നിങ്ങൾ വിഷമിക്കാതിരിക്കുക. അതുപോലെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങൾക്ക് കൈവരുന്നതാണ് എന്നാണ് ഇവിടെ നൽകുന്ന സൂചന. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ശരിയായി വരണമെന്നില്ല. നിങ്ങളുമായി റെസൊനേറ്റ് ആണെങ്കിൽ മാത്രം ഈ ഒരു റീഡിങ്ങിനെ നിങ്ങൾ പോസിറ്റീവായി എടുക്കുക. മറിച്ചാണ് തോന്നുന്നതെങ്കിൽ തീർച്ചയായിട്ടും വിട്ടുകളയാവുന്നതാണ്. അടുത്തതായി
സെക്കൻഡ് പയലായ മൈനയെ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഫലമെന്ന് നോക്കാം. തീർച്ചയായും ദേഷ്യപ്പെടാനുള്ള എത്ര വലിയ സാഹചര്യങ്ങൾ ഉണ്ടായാലും നിങ്ങൾക്കത് ഇനി കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റുള്ളവരോട് വളരെ സ്നേഹം തോന്നും. അതുപോലെ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കഴിവ് നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഏതോ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നുവെന്നാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അറിയണമെന്നാഗ്രഹിച്ച എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുമെന്നാണ്. അതായത് ഏതോ ഒരു കാര്യത്തിന് ഒരുപാട് നാളായി ക്ലാരിറ്റി കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ശരിയായ ഒരു ക്ലാരിറ്റി ഉടനെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് ചിലപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്താണെങ്കിലും അതിൽ ശരിയായ ഒരു തീരുമാനം അറിയാൻ സാധിക്കുന്നതാണ്. ചില ആൾക്കാർക്ക് വലിയ മാനസിക പ്രയാസം അനുഭവിക്കുന്ന ഒരു കാര്യമായിരിക്കാം. നിങ്ങളെ പരിഹസിച്ച അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയ ഒരു സംഭവത്തെക്കുറിച്ചുള്ള ക്ലാരിറ്റി ആയിരിക്കാം. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ ഉടനെ മാറുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങൾ എന്തൊക്കെയോ കാര്യത്തിന് പുതിയ തീരുമാനമെടുക്കും എന്നും കാണുന്നുണ്ട്. അത്തരത്തിൽ ശരിയായ തീരുമാനം എടുക്കാൻ സാധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. ചില സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടി വരാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായ സമ്മാനങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. പുതിയ കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാനുള്ള എല്ലാ അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി മികച്ച രീതിയിൽ തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാനുള്ള എല്ലാ ജോലികളും തടസ്സം കൂടാതെ തന്നെ ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ്. അത് ചെയ്യുവാനുള്ള എല്ലാ ഊർജവും നിങ്ങൾക്ക് കൈവരുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് മുന്നിൽ എന്ത് തടസ്സങ്ങൾ വന്നു ചേർന്നാലും അതിനെയെല്ലാം അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളിലുള്ള പേടിയെല്ലാം മാറി ഏത് കാര്യത്തിനും ധൈര്യത്തോടെ മുന്നിട്ടിറങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ ഇവിടെ ലഭിക്കുന്ന മറ്റൊരു സന്ദേശം, മുന്നോട്ട് പോകുവാനുള്ള പുതിയ മാർഗങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തെളിയുന്നതാണ്. നിങ്ങൾ കഷ്ടപ്പെട്ട കാര്യത്തിന് അപ്രതീക്ഷിതമായി അതിൽ നിന്ന് സാമ്പത്തികം നേടാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ കിട്ടാനുള്ള ചിട്ടികൾ, മുടങ്ങിക്കിടക്കുന്ന ലോണുകൾ, മുടങ്ങിക്കിടക്കുന്ന ശമ്പളം, ഇവയൊക്കെ കിട്ടാനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട്. കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ പൈസ കിട്ടുന്നത്. തീർച്ചയായും ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് കൂടുതലായി വരുന്ന സമയമാണ് ഇനി വരുന്നത്. അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും തടസ്സം കൂടാതെ ചെയ്തു തീർക്കുവാൻ, അതിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നതുമാണ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പയലായ മൈനയെ സെലക്ട് ചെയ്തവരുടെ റീഡിങ്.